ആരോഗ്യം അമൂല്യം. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ചുള്ള സംഭാഷണമാണ് ഇന്ന്. സുരക്ഷിതമായ പ്രസവം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ സച്ചിൻ ബാബു KM, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KS രാജശ്രീ. ലോകാരോഗ്യ സംഘടന അനുവദിച്ച പ്രകാരം ഇത്തവണ നമ്മുടെ കേരള ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന തീം എന്ന് പറയുന്നത് സുരക്ഷിതമായ പ്രസവം. ആ പ്രസവം സുരക്ഷിത കരങ്ങളിലായിരിക്കണം, പ്രത്യേകിച്ചും ആശുപത്രികളിൽ. അങ്ങനെ ഭാവി സുരക്ഷിതമായിരിക്കണം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഭാവി. ഇതാണല്ലോ നമുക്ക് ഇത്തവണ സർക്കാർ പറഞ്ഞിരിക്കുന്ന തീം, അല്ലേ? അതെ സാർ. കുട്ടികളുടെ മാത്രമല്ല, അമ്മയുടെയും സുരക്ഷയാണ് നമ്മൾക്ക് പ്രധാനം. തീർച്ചയായും നവജാത ശിശുവിന്റെയും അമ്മയുടെയും സുരക്ഷ നമുക്ക് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മാതൃമരണങ്ങൾ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല എന്നതല്ലേ? അതെ, ഒരിക്കലും തന്നെ മാതൃമരണം നമ്മൾക്ക് സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, സാധാരണ പ്രസവങ്ങൾ എന്തിനാണ് ആശുപത്രി തന്നെ നടത്തേണ്ടത്? മാതാവിന്റെയും നവജാത ശിശുവിന്റെയും രക്ഷയാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പ്രസവം എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമാണ്. പ്രസവത്തിന്റെ സങ്കീർണതകളെ പറ്റി നമുക്ക് പ്രവചിക്കാൻ ആവില്ല. ഏത് പ്രസവത്തിലും അപകട സാധ്യതകൾ ഏറെയുണ്ട്. ഈ അപകട സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമിത രക്തസ്രാവമാണ് കണ്ടുവരുന്നത്. ഇതിന്റെ കൂടെ രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടാവുക, കൂടുതലാവുക, ഗർഭിണിക്ക് അണുബാധ ഉണ്ടാവുക, കുട്ടിയുടെ ഹൃദയമിടിപ്പുകളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുക സാധാരണമാണ്. ഈ ഘട്ടങ്ങളിൽ നമ്മൾ വീട്ടിലേക്കാട്ടിലും ആശുപത്രിയിൽ ഇതിന് എല്ലാം യഥാവിധം സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധമായ വൈദ്യ പരിശോധനയും അതിനനുസരിച്ചുള്ള ചികിത്സയും അമ്മയ്ക്കും കുഞ്ഞിനും ലഭ്യമാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ എല്ലാ അമ്മമാരുടെയും പ്രസവം ആശുപത്രിയിൽ തന്നെ നടക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശരിയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഈ അവസരത്തിൽ, ആശുപത്രിയിലെ പ്രസവങ്ങളുടെ ചെലവ് നമ്മുടെ ഒരു സാധാരണക്കാരായ കുടുംബത്തിന് താങ്ങാൻ സാധിക്കുന്നതാണോ? തീർച്ചയായും സാർ. ആശുപത്രിയിൽ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഗർഭിണിയായതിനു ശേഷവും അതിനുശേഷമുള്ള എല്ലാ ചികിത്സയും അവർക്ക് വേണ്ടുള്ള എല്ലാ മരുന്നുകളും സൗജന്യമായി എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭ്യമാണ്. ഇതോടൊപ്പം തന്നെ അവർക്ക് ഗർഭധാരണത്തെ പറ്റിയും അതിനു മുന്നേ തന്നെയുള്ള ഫോലിക് ആസിഡ് കഴിക്കുന്നതിനെ പറ്റിയുള്ള അവബോധങ്ങളും 2 പ്രസവങ്ങൾക്ക് ഇടയ്ക്കുള്ള കാലാവധി ഒരു പരിധി വെക്കേണ്ടത് 2-3 കൊല്ലം ഡിഫറൻസ് ഉണ്ടാവേണ്ടത്, ഇതിനെ പറ്റിയുള്ള ക്ലാസുകളും അവർക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ആശുപത്രികളിലുള്ള പ്രസവം തന്നെയാണ് ഏറ്റവും നല്ലതും. അത് സാധാരണ ജനങ്ങൾക്ക് സൗജന്യമായി എല്ലാ ചികിത്സയും, പ്രസവകാല ചികിത്സയും അവരുടെ പ്രസവവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ചികിത്സകളും സൗജന്യമായിട്ട് തന്നെ സ്ത്രീക്ക് ലഭ്യമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത്, ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് മുതൽ പ്രസവം കഴിയുന്നത് വരെയുള്ള എല്ലാതരം പരിശോധനകളും ചികിത്സകളും സൗജന്യമായി സർക്കാർ സംവിധാനത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാവുന്നുണ്ട് എന്നതാണ്. അത് തീർച്ചയാണ് സാർ. എല്ലാ സൗകര്യങ്ങളും, ഈവൻ പ്രസവ സമയത്ത് അവരുടെ വീട്ടിൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും പ്രസവത്തിന് ശേഷം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചെലവ് കൂടി നമ്മളെ ഗവൺമെന്റ് വഹിക്കുന്നുണ്ടെന്ന് ഏറ്റവും ഉത്തമമായുള്ള ഒരു ഉദാഹരണമാണ്. ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മുടെ സർക്കാർ ആശുപത്രികൾ, അതായത് പ്രസവം നടക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഗർഭിണികൾക്ക് വരാനും അത് കഴിഞ്ഞ് പ്രസവശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകാനും വാഹന സൗകര്യം സർക്കാർ സൗജന്യമായി ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഇത് എല്ലാവർക്കും തന്നെ അറിയുന്ന വസ്തുതയല്ല. പക്ഷെ മിക്കവാറും എല്ലാ ജനങ്ങൾക്കും ഇത് ബോധവൽക്കരണം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണ്. അത് എപ്പോഴും നമ്മൾ ചെയ്യാറും ഉണ്ട്. ഇതെന്തായാലും ഫ്രീ തന്നെയാണ്. RBSK എന്ന് പറയുന്ന പ്രോഗ്രാം ഇതിനു വേണ്ടിയുള്ളതാണോ? അതെ, RBSK കൂടാതെ JSY, JSSK, പ്രധാനമന്ത്രി സുരക്ഷാ യോജന, മാതൃ സുരക്ഷാ യോജന എന്നിങ്ങനെ 3-4 പദ്ധതികളുണ്ട്. ഇത് പ്രകാരം എല്ലാ ചികിത്സയും ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ സൗജന്യ ചികിത്സാ രീതി. അതൊരു സിസേറിയൻ ആണെങ്കിൽ തന്നെ പ്രസവം മാത്രമല്ല, ഇൻസ്ട്രുമെന്റ് ഡെലിവറി എന്താ വെച്ചാൽ വൈദ്യസഹായത്തോട് കൂടിയുള്ള ഡെലിവറി, സിസേറിയൻ സെക്ഷൻ, ഓപ്പറേഷനും എല്ലാം ഫ്രീ ആയി സ്ത്രീകൾക്ക് ലഭ്യമാണ്. സുരക്ഷിതമായ പ്രസവം, ഇതേക്കുറിച്ചുള്ള സംഭാഷണമാണ് കേട്ടത്. പങ്കെടുത്തവർ ഡോക്ടർ സച്ചിൻ ബാബു KM, ഡോക്ടർ KS രാജശ്രീ.